ഹായ് ഹലോ ഗായ്സ്, ഇന്നൊരു തിരക്ക് പിടിച്ച ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാലത്ത് തന്നെ എനിക്കൊരു സ്കാനിങ് ഉണ്ടായിരുന്നു. അതിനുവേണ്ടി എടപ്പാളിലെ പ്രീമിയർ ലാബിലേക്ക് ഞാനും അമീർക്കും കൂടി വന്നതാണ് കേട്ടോ. അങ്ങനെ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്ത് എന്നിട്ടാണ് നമ്മളെ ലാസ്റ്റ് സ്കാനിങ്ങിന് വിളിച്ച്. അങ്ങനെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് ഇതായി പുറത്ത് വന്നിട്ട് സ്കാനിങ്ങിൻ്റെ റിസൾട്ടൊക്കെ അടിപൊളിയായിരുന്നു. PCOD ഒക്കെ നല്ല ഹൈ ലെവലായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോണ വഴി വീട്ടിൽ ഫ്രിഡ്ജ് കംപ്ലൈൻറ്റ് ആയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളിതാ ഒരു ഫ്രിഡ്ജൊക്കെ നോക്കി. അവിടുന്ന് ഞങ്ങൾ ഫ്രിഡ്ജ് എടുത്തിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് അവിടെ ഒക്കെ ഒന്ന് നോക്കിയതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോയി. അപ്പോൾ നടുവട്ടെത്തിയപ്പോൾ ഇവിടെ കുറേ ഇതുപോലത്തെ ജീപ്പൊക്കെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്, കുട്ടികൾ കളിക്കണേ. അപ്പോൾ നമ്മൾ ഐശുവിനെ ഒന്ന് മേടിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആദ്യം ഒരു 300 രൂപ റേറ്റൊക്കെ പറഞ്ഞ്, പിന്നെ ഞങ്ങളത് പറഞ്ഞ് 200 രൂപക്ക് വാങ്ങിയിട്ടാണ്. അങ്ങനെ ഇന്നെ ജിമ്മിൽ ഇറക്കിയിട്ട് അമീർക്ക് പോയി. അപ്പോൾ ഞാൻ ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ജിമ്മിലെത്തി. ഈ 11 to 5 മണി വരെ ലേഡീസ് ഓൺലിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ജിമ്മൊക്കെ ചെയ്യാമല്ലോ, നമ്മൾ മാത്രമല്ലേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ വർക്കൗട്ടും കാര്യങ്ങളായിട്ട് ഞാൻ അവിടെ കുറച്ച് നേരം നിന്നു. എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ ഒരു 12:30 1 മണിയായപ്പോൾ ഞങ്ങൾ ജിമ്മിൽ നിന്ന് ഇറങ്ങി. ഞാനും എൻ്റെ ഫ്രണ്ട് അനീഷും കൂടിയായിട്ടാണ് നമ്മൾ പുറത്ത് ഫുഡ് കഴിക്കാൻ പോയതാണ്. ഇടയ്ക്കൊക്കെ ഞങ്ങളൊന്നും ഇങ്ങനെ കൂടാറുണ്ട്. അപ്പോൾ ദേ അവിടെ ചെന്നപ്പോൾ നമ്മളെ ട്രാവഡൻ യൂട്യൂബർ കബീർക്ക് ഉണ്ടായിരുന്നു അവിടെ. ആൾ വീഡിയോ എടുക്കാൻ വന്നതാണ് കേട്ടോ. ഫുഡിൻ്റെ നല്ല അടിപൊളി വ്ളോഗറാണ്. ഞങ്ങളിതാ ഓരോ ഷെയ്ക്കും പറഞ്ഞു. പിന്നെ അവിടെ തന്നെ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ട് ലോഡഡ് ഫ്രൈസും ആണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തത്. അങ്ങനെ അതും കഴിച്ചു. പിന്നെ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്ത് ഇത് കഴിക്കാനാണല്ലോ എന്ന്. അങ്ങനെ ഒന്നുമില്ല കേട്ടോ. എപ്പോഴെങ്കിലും ഒരിക്കൽ ഞങ്ങൾ ഇത് കഴിക്കാറുണ്ട്, ഇങ്ങനെ ജ്യൂസൊക്കെ ഒന്ന് കുടിക്കാറുണ്ട് കേട്ടോ. പിന്നെ എനിക്കറിയാമായിരുന്നു ഇന്നിപ്പോൾ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടൊക്കെ ആയിട്ട് ഡോക്ടറെ അടുത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ കട്ട ഡയറ്റും കാര്യങ്ങളൊക്കെ തന്നെ ആവും ഡോക്ടർ പറയുക. അപ്പോൾ പിന്നെ ഓരോ ജ്യൂസൊക്കെ കുടിച്ച് പോകാമല്ലോ എന്ന് വിചാരിച്ച് അത് കഴിഞ്ഞ് അവളിന്നെ വീട്ടിലാക്കിയിട്ട് അവൾ പോയിട്ടോ. സ്കൂൾ ടൈമിൽ എനിക്ക് ഒരു ഗിഫ്റ്റ് തരാം. അതേപോലെ ഇരിക്കണം, കള്ളത്തരം കട്ടി ഞാൻ ഗിഫ്റ്റ് തരില്ല. കാരണം അങ്ങോട്ട് തിരിഞ്ഞിരിക്ക്, ഒരു സർപ്രൈസ് മേടിച്ചിട്ടുണ്ട്, അത് തരാം. ഇങ്ങോട്ട് നോക്കരുത് കേട്ടോ, ഞാൻ തിരിച്ചു വരുന്ന വരെ നോക്കരുത്. ഇന്ന് രാവിലെ വാങ്ങിയിട്ടുള്ള ഒരു ഗിഫ്റ്റ് നമ്മൾ സർപ്രൈസായി കൊടുക്കാൻ പോകട്ടെ. ശരി, സർപ്രൈസ് കൊടുത്തപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച അത്ര ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നും ഞാൻ കണ്ടില്ല. എന്നാലും അവൾക്ക് സംഭവം ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം വലിയൊരു വണ്ടിയാണല്ലോ സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ വീണ്ടും എടുത്തൊരുങ്ങി ഞാനും അമീർക്കും കൂടി ഹോസ്പിറ്റലിൽ പോവുകയാണ് കേട്ടോ. വൈകുന്നേരമാണ് കാണിക്കാനുള്ളത്. നമ്മളെ കേച്ചേരി ഓക്സിജനിലാണ് കാണിക്കുന്നത് ലസിത മാഡത്തിനെ. ഞാൻ കുറച്ച് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഡോക്ടറെ കാണിക്കാൻ പോയത്. അന്ന് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ തന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ തന്നിട്ട് ഇപ്രാവശ്യം സ്കാനിങ്ങും ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പോണത്. കുറേ നേരം പോസ്റ്റായിട്ട് അവിടെ ഇരുന്നു. കാരണം ഞങ്ങളൊരു 7 മണി 7:30 ആകുമ്പോഴത്തേനും അവിടെ എത്തി. പക്ഷേ ഞങ്ങളെ ഡോക്ടർ വിളിക്കുന്ന ടൈം എന്ന് പറയുമ്പോൾ 10:30 മണിയാണ് കേട്ടോ. അതുവരെ വെയിറ്റ് ചെയ്തിട്ട് അവിടെ തന്നെ ഇരുന്ന്. അതിലിടക്ക് നമ്മൾ ബ്ലഡ് പ്രഷറൊക്കെ ഒന്ന് നോക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെയും ഇരുന്ന് ഇതാ ലാസ്റ്റ് ഞങ്ങളെ ഡോക്ടർ വിളിച്ചിട്ടാണ്. അപ്പോൾ ഡോക്ടർ റിസൾട്ടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നല്ല ഡയറ്റും തന്നിട്ടുണ്ട്, അതുപോലെ വർക്കൗട്ട് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. PCOD നല്ല രീതിയിൽ കൂടിയ കാരണം 6 മാസത്തെ ട്രീറ്റ്മെൻറ്റാണ് ഡോക്ടറുടെ. അപ്പോൾ അതിൽ ഇപ്പോൾ ഏപ്രിൽ വരെയുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ മെഡിസിനും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ നേരം ഒരുപാട് വൈകിയ കാരണം നമ്മൾ ഓരോ കോഫി കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചു ഒരു തട്ടുകടയുടെ അവിടെ നിർത്തി. അപ്പോൾ ഞങ്ങളിതാ ഓരോ കോഫിയും ചായയുമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ഉഴുന്നുവടയും പിന്നെ ഒരു ചിക്കൻ ബോണ്ടയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ നല്ല നേരം വൈകിയാലോ. പിന്നെ ഈ ചായ കുടിക്കാൻ തന്നെ കയറുന്ന സ്ഥലത്ത് എത്തിയപ്പോൾ തന്നെ 11:30 ഒരു ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം രീതിയിൽ നല്ല വിശപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഓരോ ചായയും കുടിക്കാമല്ലോ എന്ന് വിചാരിച്ച് നിർത്തിയതാണേ. പിന്നെ നമ്മൾ വീട്ടിൽ പോയി അവിടെ നല്ല അടിപൊളി ചിക്കൻ കറിയും അതുപോലെ തന്നെ പത്തിരി പൊറോട്ട ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കഴിച്ചു. കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ കുറേ വീഡിയോ ഇട്ടിട്ട് ഇനി അങ്ങോട്ട് വീഡിയോ ഇട്ട് തുടങ്ങണം തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ചെറിയ ചെറിയ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.